ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം. റോക്ക് ഓഫ് ദ നേഷൻ ചർച്ചിൻ്റെ മീഡിയ മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തുന്ന വചനധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ജാതി മത വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിനങ്ങളാണ്. അതിനുവേണ്ടി വീടും വിപണികളും നാടും നഗരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി തീർന്ന സംഭവം, മനുഷ്യപുത്രനായിരുന്ന നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ച സംഭവത്തിൻ്റെ വിവരണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആഘോഷപൂർവം ആഘോഷിക്കുവാൻ ജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ നടന്ന ആ സംഭവം ഇന്നും ജനഹൃദയങ്ങളിൽ ആവേശമുളവാക്കുന്നു, സന്തോഷമുളവാക്കുന്നു, വലിയ പ്രത്യാശ നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അന്നത്തെ പല വ്യക്തികളും വ്യത്യസ്ത നിലവാരങ്ങളിലാണ് ക്രിസ്തുനാഥന്റെ ജനനത്തെപ്പറ്റി പ്രതികരിച്ചത്. സമൂഹത്തിലെ ചെറിയവരും വലിയവരും ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഉളവാക്കുകയുണ്ടായി. അന്നത്തെ സാധാരണ ഗ്രാമീണർ ഉണ്ടായിരുന്നു, വ്യവസായികൾ ഉണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, സയന്റിസ്റ്റുകൾ, ജ്ഞാനികളായ വ്യക്തികൾ ഉണ്ടായിരുന്നു, പാവപ്പെട്ട ആട്ടിടയർ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം മനസ്സുകളിൽ ക്രിസ്തുനാഥന്റെ ജനനം വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഉളവാക്കി. ആ പ്രതികരണങ്ങളുടെ വിവരണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചത് ഗ്രാമീണ കന്യകയായ മറിയമിനാണ്. മറിയം ആ വാർത്ത കേട്ടപ്പോൾ തൻ്റെ ഭാവി, തൻ്റെ ജീവിതം, തൻ്റെ കുടുംബം, തൻ്റെ മതം ഇതൊക്കെ തന്നെ തിരസ്കരിക്കുവാനായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാകുവാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഗബ്രിയേൽ ദൂതന്റെ വാക്കിന്റെ മുൻപിൽ ഞാൻ അങ്ങയുടെ ദാസി, തിരുഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് വിനയത്തോടും വിശ്വാസത്തോടും അനുസരണ മനോഭാവത്തോടും കൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കുകയായിരുന്നു. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ജോസഫ് എന്ന തച്ചനായ ചെറുപ്പക്കാരൻ തനിക്ക് അപമാനം ഉളവാക്കുന്ന ഒരു സംഭവമാണ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയം ഗർഭവതിയാകുന്നു എന്നുള്ള വാർത്ത. അതുകൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് ഗൂഢമായി മനസ്സിൽ അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ദൂതന്റെ ഇടപെടൽ മുഖാന്തരം അവളെ ചേർക്കുവാനായിട്ട് ജോസഫ് എന്ന സാധാരണ ഗ്രാമീണക്കാരനായ ചെറുപ്പക്കാരൻ തയ്യാറായി. മറിയമും ജോസഫും ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള വാർത്തയെ വളരെ ഹൃദ്യമായി പ്രതികരിച്ചു. പ്രതിസന്ധികളും അപമാനങ്ങളും വിവിധങ്ങളായ പ്രത്യാഘാതങ്ങളും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആഞ്ഞടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അവരുടെ പ്രതികരണം അനുസരണത്തോടെ, വിനയത്തോടെ ദൈവകൃപ ഏറ്റെടുക്കുവാൻ തയ്യാറായി. മറ്റു ചില വ്യക്തികൾ വിവിധ രീതികളിലുള്ള പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. അന്നത്തെ ഒരു ബിസിനസ്സുകാരനായിരുന്ന സത്രക്കാരൻ ബെത്ലഹേമിൽ
സത്രത്തിന്റെ ഉടമയായിരുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ മറിയവും ജോസഫും പേര് ചാർത്തൽ എന്ന ചടങ്ങിനോടുള്ള ബന്ധത്തിൽ, രജിസ്ട്രേഷനോടുള്ള ബന്ധത്തിൽ എത്തിച്ചേരുന്നു. അന്ന് ബെത്ലഹേം വളരെ തിരക്കിലായിരുന്നു. അനേക പ്രിയപ്പെട്ടവർ ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് മുഖാന്തരം ഗ്രാമീണരായ മറിയമിനും ജോസഫിനും ആ സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. എന്നുവെച്ചാൽ സത്രക്കാരനായ ബിസിനസ്സുകാരന് ആ രാത്രിയിൽ ദൈവകൃപ തന്റെ വ്യവസായ മേഖലയിലേക്ക് വന്നത് തിരിച്ചറിയുവാൻ അകക്കണ്ണുകൾ പ്രകാശിച്ചില്ല. അങ്ങനെ അന്ന് ആ സത്രക്കാരൻ തന്റെ സത്രം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു എങ്കിൽ ലോകം ഇന്ന് പുൽക്കൂടിന് പകരമായിട്ട് വഴിയമ്പലം വിപണികളിൽ ഉണ്ടായേനെ. ആ ദിവസി മറിയവും ജോസഫും ചേർന്നത് ക്രിസ്തുവാകുന്ന ദൈവകൃപയുമായിട്ട് ആ വ്യാപാര മേഖലയിലേക്ക് ചെന്നത് ബിസിനസ്സുകാരനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയതുകൊണ്ട് വലിയൊരു നഷ്ടമാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രിയമുള്ളവരെ, ദൈവകൃപ കടന്നു വരുന്ന മേഖലകൾ ഗ്രഹിക്കുവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവകൃപ തിരിച്ചറിയുവാൻ കഴിയുന്ന മനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ശത്രുക്കാരൻ സ്ഥലമില്ല എന്ന് താൻ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, ക്രിസ്തുവിന് സ്ഥലമില്ലാതാകുന്ന ഇടങ്ങൾ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുടെ കണക്കുകളായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. വഴിയമ്പലക്കാരന് യേശുദേവന്റെ ജനനത്തിന് സ്ഥലം കൊടുക്കുവാൻ കഴിയാതെ പോയി. അതുപോലെ മറ്റ് വ്യക്തികളായിരുന്നു ശാസ്ത്രിമാർ, റബിമാർ. യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ആരാഞ്ഞറിയാൻ വേണ്ടി വന്ന വിദ്വാൻമാർ എത്തിച്ചേർന്നത് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നു. യേശു ജനിച്ച വാർത്തയെപ്പറ്റിയുള്ള വിവരണം പങ്കുവയ്ക്കുവാൻ ഹെരോദ രാജാവ് ശാസ്ത്രിമാരെ ക്ഷണിക്കുന്നു. ബൈബിൾ പണ്ഡിതരായിരുന്നു അവർ, വേദപുസ്തക ജ്ഞാനികളായിരുന്നു ആ പ്രിയപ്പെട്ടവർ. യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തുകളിൽ കൂടെ ഈ വിദ്വാൻമാർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വചനത്തിന്റെ തിരിച്ചറിവുകൾ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു. ശാസ്ത്രിമാരായിരുന്നിട്ടും വചനജ്ഞാനം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നിട്ടും അവർക്ക് യേശു ക്രിസ്തുവിനെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അനുഗമിക്കുവാനോ അനുസരിക്കുവാനോ ആരാധിക്കുവാനോ കഴിയാതെ പോയി. വചനത്തിന്റെ ജ്ഞാനം ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിലും അനുസരണത്തോടെ അത് ഏറ്റെടുക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുള്ളത് ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന ക്രിസ്തുനാഥന്റെ ജന്മം വിവരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശാസ്ത്രിമാർക്ക് അവനെ അനുഗമിക്കുവാൻ അവരുടെ ജീവിത കാലഘട്ടത്തിൽ കഴിയാതെ പോയി. വിദ്വാൻമാർ തേടിയെത്തിയ രാജകൊട്ടാരത്തിലെ അന്നത്തെ പൊളിറ്റിക്കൽ ലീഡറായിരുന്ന ഹെരോദ രാജാവ് വിദ്വാൻമാരോട് ചോദിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വിദ്വാൻമാരോട് പറയുന്നു, എനിക്കും പോയി ആ ശിശുവിനെ ആരാധിക്കണം. ഹെരോദ രാജാവിന്റെ മനസ്സിന്റെ ആഗ്രഹം ക്രിസ്തുവിനെ പോയി ആരാധിക്കണം എന്ന് വിദ്വാൻമാരോട് പങ്കുവെക്കുന്നു. തിരുവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യം വിദ്വാൻമാർ ഹെരോദ രാജാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുളവാക്കി. തന്റെ അധികാരം നഷ്ടപ്പെടും, തനിക്കുള്ള പദവികൾ നഷ്ടപ്പെടും, മറ്റൊരു രാജാവ് ഉദയം ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്റെ മനസ്സിൽ ഭയമുളവാക്കി. എന്നാൽ കാപട്യമായ അഭിനയത്തോടെ ആത്മീക അഭിനയം കാണിച്ചുകൊണ്ട് വിദ്വാൻമാരോട് അദ്ദേഹം ചോദിച്ചറിയുകയാണ്, എനിക്കും പോയി ശിശുവിനെ കണ്ട് നമസ്കരിക്കണം എന്ന്.
ഹെരോദ രാജാവിന്റെ ആത്മീയം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അധികാരത്തിന് വേണ്ടി ആത്മീയം കാണിക്കുന്ന ലീഡർഷിപ്പുകളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെരോദ രാജാവ് കാപട്യമായി അഭിനയിച്ച് തന്റെ പൊസിഷൻ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാത്മീക മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്രക്കാരനും ജ്ഞാനികളായ ശാസ്ത്രിമാരും പൊളിറ്റിക്കൽ ലീഡറായിരുന്ന ഹെരോദ രാജാവും യേശുക്രിസ്തുവിന്റെ ജനനത്തോട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഉളവാക്കി. അവർക്ക് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനും ആരാധിക്കുവാനും കഴിയാതെ പോയി. എന്നാൽ അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായിരുന്നു ആട്ടിടയർ. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത ആദ്യമായിട്ട് ഗ്രഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് ആ പ്രിയപ്പെട്ടവരായിരുന്നു. ആ വാർത്ത ലഭിച്ച മാത്രയിൽ തന്നെ യേശുക്രിസ്തുവിനെ കാണുവാനും അവർ ഗ്രഹിച്ച വാർത്ത പങ്കുവയ്ക്കുവാനായിട്ടും ആട്ടിടയർ യാത്ര ചെയ്യുകയാണ്. ദൈവകൃപ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബലഹീനരായിരുന്നിട്ടും സാധാരണക്കാരായിരുന്നിട്ടും അത് തേടിപ്പോകുവാനും അത് കണ്ടെത്താനായിട്ടും അതിനുവേണ്ടി മനസ്സും ശരീരവും ഉപയോഗിച്ച് ആരാധിക്കുവാനായിട്ടും തയ്യാറായ ഒരു ചെറിയ കൂട്ടമായിരുന്നു ആട്ടിടയർ. യേശുക്രിസ്തുവിനെ അന്വേഷിക്കുവാനും ആരാധിക്കുവാനും സാധാരണക്കാരായിരുന്ന ആട്ടിടയർ മനസ്സ് വെച്ചു. അവർ അതിനായിട്ട് പുറപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തികളായിരുന്നു വിദ്വാൻമാർ. വിദ്വാൻമാർ ജ്ഞാനികളായിരുന്നു, സമ്പന്നരായിരുന്നു. അവർക്ക് യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള വാർത്ത ലഭിച്ചത് ഒരു നക്ഷത്ര മുഖാന്തരമാണ്. ആ കാഴ്ച ജ്ഞാനികളായ വ്യക്തികൾക്ക് അത്ഭുതമുളവാക്കി. ഒരു അന്വേഷണത്തിന് വേണ്ടി അവർ തയ്യാറായി. അവർ അന്വേഷിച്ച് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്ന ചരിത്രം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെരോദ രാജാവിനോട് അവർക്ക് ലഭിച്ച കാഴ്ചയെപ്പറ്റിയും അന്വേഷിച്ചിറങ്ങിയതിന്റെ വിവരണങ്ങളെപ്പറ്റിയും പറയുമ്പോൾ ഹെരോദ രാജാവും യേശുവിനെ ആരാധിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. വിദ്വാൻമാരായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അവർക്ക് ലഭിച്ച ഉൾക്കാഴ്ച, ജ്ഞാനം പൊളിറ്റിക്കൽ ലീഡറായിരുന്ന ഹെരോദ രാജാവിന്റെ മുൻപിൽ പങ്കുവച്ചു. ഇവർക്ക് ലഭിച്ച അറിവ് പരിപാവനമായിരുന്നു, പരിശുദ്ധമായിരുന്നു. ജ്ഞാനികളായ ഈ വിദ്വാൻമാർ അവിടെ പങ്കുവച്ചതിന്റെ പരിണത ഫലമായിട്ട് ആയിരക്കണക്കിന് ജീവൻ അപഹരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിത്തിരിക്കുന്ന ജ്ഞാനം, അറിവ്, അത് നീതിബോധമില്ലാത്ത പ്രിയപ്പെട്ടവരുടെ മുൻപിൽ പങ്കുവയ്ക്കുന്ന സന്ദർഭങ്ങളിൽ ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും തലമുറകൾക്കുണ്ടാകാം. ദൈവം നമുക്ക് കഴിവുകൾ തന്നു. അതിന്റെ പരിണത ഫലമായി നിങ്ങളിൽ പലരും ഡോക്ടേഴ്സായി, സയന്റിസ്റ്റായി, എഞ്ചിനീയേഴ്സായി. ആ അറിവുകൾ നീതിക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കണം. അറിവുകൾ വർദ്ധിക്കുമ്പോൾ, ജ്ഞാനം വർദ്ധിക്കുമ്പോൾ, നീതിബോധമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ ദോഷം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വിദ്വാൻമാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്കിലും ഇവർ പരമാർത്ഥികളായിരുന്നു. ആ നക്ഷത്രം ഇവരെ കാത്തുനിന്നു, ഇവരെ വീണ്ടും ഗൈഡ് ചെയ്തു. ഇവര് ശിശുവിനെ വീട്ടിൽ അമ്മയായ മറിയയും ജോസഫും ഒക്കെയുള്ള സ്ഥലത്തേക്ക് ഈ നക്ഷത്രം ഇവരെ കൊണ്ടെത്തിച്ചു. ജ്ഞാനികളായിരിക്കുന്ന ഈ വിദ്വാൻമാർ അവർ കൊണ്ടുവന്ന പൊന്നും മൂരും കുന്തിരിക്കവും
യേശു ക്രിസ്തുവിന്റെ പാതാര ബിന്ദങ്ങളിൽ അർപ്പിച്ചു. അവനെ നമസ്കരിച്ചു. ജ്ഞാനികൾ കൊണ്ടുവന്ന പൊന്ന്, മൂര്, കുന്തിരിക്കം, അത് ചില സിംബൽസ് ആയിരുന്നു. പൊന്ന് രാജ്യത്വത്തെ കാണിക്കുന്നതാണ്. ഇവർ ഈ പൊന്ന് യേശു ക്രിസ്തുവിന്റെ മുൻപിൽ അർപ്പിക്കുമ്പോൾ അത് വിളിച്ചറിയിക്കുന്നത് ഇത് രാജാവാണ്. ബലഹീനരായിരിക്കുന്ന ഒരു ശിശുവിന്റെ മുൻപിൽ പൊന്നർപ്പിക്കപ്പെടുമ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല ഇവൻ രാജാവാണെന്ന്. പക്ഷെ ജ്ഞാനികളായ, തിരിച്ചറിവുണ്ടായിരുന്ന വിദ്വാൻമാർക്ക് മനസ്സിലായി ഈ ശിശു ഒരു രാജാവായി തീരും. ബലഹീനനായിട്ട് ഇപ്പോൾ കിടക്കുന്നുവെങ്കിലും ഇവൻ രാജാവാണ് എന്നുള്ള തിരിച്ചറിവ് വിദ്വാൻമാർക്ക് ലഭിച്ചു. യേശു ക്രിസ്തു രാജാവായിരുന്നു. ഇന്നും ജനഹൃദയങ്ങളിൽ രാജാവായി യേശു ക്രിസ്തു വസിക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് മനസ്സുകളിൽ യേശു ക്രിസ്തു രാജാവായി ഭരിക്കുന്നു. തന്റെ ജന്മം മുതൽ തന്റെ ക്രൂശുമരണം വരെ ഒരു രാജാവിനുണ്ടായിരുന്ന ഒന്നും തന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കടം മേടിച്ച കപ്പലുകൾ, വിശന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് മൊത്തം തനിക്കെതിരെ, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പ് എല്ലാം തനിക്കെതിരായി നിൽക്കുന്നു. മറ്റൊരാളുടെ സെമിട്രിയിൽ തന്റെ അവസാന നിമിഷങ്ങൾ വിശ്രമിക്കേണ്ടി വന്നു. അങ്ങനെ രാജാവാകാൻ സാധ്യത ഒരു തലത്തിലും ഇല്ല എങ്കിലും വിദ്വാൻമാർ പൊന്നു കൊണ്ടുവച്ചപ്പോൾ അത് വിളിച്ചറിയിച്ചത് ഇവൻ രാജാവാകും. 120 മൈലുകളിൽ കൂടുതൽ സഞ്ചരിക്കാത്ത വ്യക്തിയായിരുന്നു ക്രിസ്തുനാഥൻ. ഒരു കഥയോ കവിതയോ രചിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു ക്രിസ്തു. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഈ ക്രിസ്തുവിന്റെ പേരിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ രാജാവായ ക്രിസ്തുവിനെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷകരും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കവിതകളും കഥകളും ഒക്കെയുള്ളത് ക്രിസ്തുവിനെ പറ്റിയാണ്. ആയുധങ്ങൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അനേക പ്രിയപ്പെട്ടവർ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കിയ രാജാവായിരുന്നു യേശുനാഥൻ. ജ്ഞാനികളായ വിദ്വാൻമാർക്ക് ലഭിച്ച അറിവ് അവർ പങ്കുവച്ചത് അപ്രകാരമായിരുന്നു: ഇവൻ രാജാവാണ്. മീർ വിളിച്ചു കാണിക്കുന്നത് മരണത്തിന് ഉപയോഗിക്കുന്ന, ശവസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു തൈലമാണ്. അതവരെ അർപ്പിക്കപ്പെടുമ്പോൾ വിളിച്ചോതുന്ന സിംബൽ. ഇവൻ ദൈവത്തിന്റെ ബലിക്കുഞ്ഞാടാണ്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ജനിച്ച വ്യക്തിയാണ്. എല്ലാവരും ഭൂമിയിൽ ഉദയം ചെയ്യുന്നത് ജീവിക്കുവാൻ വേണ്ടിയും മഹത് വ്യക്തികളാകുവാൻ വേണ്ടിയുമാണ്. എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരു വ്യക്തി, അത് ക്രിസ്തു മാത്രമാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ ബലിക്കുഞ്ഞാടാണ് ക്രിസ്തുനാഥൻ. ഈ വിദ്വാൻമാർക്ക് മനസ്സിലായി ഈ മീർ വിളിച്ചറിയിക്കുന്നത് ഇവൻ മരിക്കാൻ വേണ്ടി ജനിച്ചതാണ്. ലോകത്തിന്റെ പാപത്തെ വഹിച്ച് മരിക്കുവാൻ വേണ്ടി ജനിച്ച വ്യക്തി. കുന്തിരിക്കം പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പാലം പണിയുന്നവൻ. വിദ്വാൻമാരുടെ അകക്കണ്ണുകളിൽ അവരുടെ അറിവ് മുഖാന്തരം മനസ്സിലാക്കി ഈ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥനാണ്. അതുകൊണ്ട് പൊന്നും മീറും കുന്തിരിക്കവും കാഴ്ചവെക്കുമ്പോൾ വിദ്വാൻമാർക്ക് ലഭിച്ച അറിവ് പറയുന്നത് ഇവൻ രാജാവാണ്, ഇവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്,
ഇവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ബലിയായി തീരുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അനേക പ്രിയപ്പെട്ടവർക്കും വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. വഴിയമ്പലക്കാരൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ ജനനത്തിന് ഇടം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ശാസ്ത്രിമാർ ജ്ഞാനികളായിരുന്നിട്ടും അവർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. ഹെരോദ രാജാവ് ആത്മീയം കാണിച്ചത് അധികാരത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ തിരുവചനത്തിൽ ഗ്രാമീണ കന്യകയായിരുന്ന മറിയം, ജോസഫ്, സാധാരണക്കാരായിരുന്ന ആട്ടിടയർ, ജ്ഞാനികളായിരുന്ന വിദ്വാൻമാർ ക്രിസ്തുനാഥന്റെ പിറവിയെ തിരിച്ചറിയുവാൻ കഴിയുകയും അവരുടെ ഹൃദയം ക്രിസ്തുനാഥന്റെ ജനനത്തിനു വേണ്ടി തുറക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ മനസ്സാകുന്ന വഴിയമ്പലം ക്രിസ്തുനാഥന് വേണ്ടി തുറക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ വരുന്ന ദിനങ്ങൾ പ്രത്യാശയോടും സന്തോഷത്തോടും സമാധാനത്തോടും ഗമിക്കുവാൻ നമ്മൾക്ക് സാധ്യമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവുള്ള ജീവിതമായി തീരട്ടെ. ക്രിസ്തുവുള്ള ജീവിതം ശുഭകരവും ആനന്ദകരവുമായി തീരും. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എൻ്റെ ശ്രോതാക്കൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.